ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണിക്ക് ആവശ്യമായി 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, മല്ലിച്ചപ്പ്, പുതിന, തൈര് എല്ലാം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തതാണ്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. നിങ്ങൾ എത്രയാണോ അളവ് ചിക്കൻ എടുക്കുന്നത് അതിനുള്ള അളവ് വേണം നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ. ഞാനിവിടെ 1.5 കിലോന് ആവശ്യമായ ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ 1 മണിക്കൂർ നേരം മാറ്റി വയ്ക്കണം. ഇവിടെ ബസുമതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1.5 കപ്പ് അരി കഴുകി കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം നെയ്യും അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിനിട്ട് പകുതി മൂപ്പാവുമ്പോൾ മുന്തിരി കൂടെ ഇട്ട് കൊടുത്ത് അധികം മൂക്കുന്നതിന് മുമ്പ് കോരി മാറ്റുക. ഇനി സവാള കൂടെ വറുത്ത് കോരിയെടുക്കുക. ഞാനിവിടെ 2 സവാളയാണ് വറുക്കാനായി എടുത്തിട്ടുള്ളത്. സവാള വറുത്ത് കോരിയ ശേഷം അല്പം എണ്ണ ഞാനിതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാർത്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അല്പം കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അരി ഒന്ന് നന്നായി ചൂടായി വന്നാൽ പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇതിലേക്ക് അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇത് സാജീരകം ചേർത്ത് പ്രത്യേകം പൊടിച്ചെടുത്തത് ബിരിയാണിയിലേക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് ബിരിയാണിയിലേക്കൊക്കെ ചേർക്കുന്ന ഒരു ഇല കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചിക്കനിൽ ചേർത്ത ബാക്കി അരപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. നന്നായി തിള വന്നാൽ ഒന്നുകൂടെ തുറന്ന് ഇളക്കി നോക്കണം. ഒരു 1/4 വേവാകുമ്പോൾ നമുക്കിത് വാർത്ത് വയ്ക്കണം.
ഇപ്പോൾ ഇതായിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഒരു 3 മിനിറ്റും കൂടെ ഞാൻ വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരി വെന്ത് വരുന്നുണ്ട്. ഇനി ഇത് ഞാൻ വാർത്ത് വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ വെച്ച് അതിൽ ചിക്കൻ വറുത്ത് കോരണം. ഞാൻ ഈ ബിരിയാണി ചിക്കൻ വറുത്തിട്ടാണ് വയ്ക്കുന്നത്. അതിനായി ഓയിലിൽ അല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചിക്കൻ ഇട്ടൊന്ന് നന്നായി വറുത്ത് കോരണം. അധികം മൂക്കണ്ട, ബാക്കി നമ്മൾ ദമ്മിൽ കിടന്ന് വേവാനുള്ളതാണ്. ചിക്കനൊക്കെ വറുത്ത് കോരി കഴിഞ്ഞു. ഇനി അതിലേക്ക് അല്പം ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 4 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഈ അരപ്പാണ് കേട്ടോ ഈ ബിരിയാണിയുടെ ടേസ്റ്റ്. ഈ മസാല ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഈ ബിരിയാണിക്കും തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇത് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 3 വലിയ തക്കാളി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വേവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കണം. അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പം നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കുക. എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വേവിക്കണം. ആ മസാലയുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ നമ്മുടെ ചിക്കനിലേക്ക് കൂടെ കയറി ചെല്ലാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കി. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവുന്നത് വരെ നിങ്ങൾ വേവിക്കണം. ഇനി നമുക്ക് ദമ്മിടാം. അടികട്ടിയുള്ളൊരു പാത്രത്തിലാണ് ഞാനിത് ദമ്മിടുന്നത്. ഇതിനായി അല്പം മല്ലിച്ചപ്പും പുതിനയും താഴെ വിതറിയ ശേഷം അതിന് മുകളിൽ നമ്മുടെ മസാല ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇട്ട് കൊടുക്കുക. കുറഞ്ഞ തീയിൽ വേണം നമ്മളത് ദമ്മിടാൻ വയ്ക്കാൻ. ഇനി ഇതൊന്ന് ലെവലാക്കിയ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാനിട്ട് കൊടുക്കുന്നത് പൈനാപ്പിൾ ചെറുതായി മുറിച്ചതാണ്. ഒരു വലിയ കഷ്ണം പൈനാപ്പിളും ഒരു ചെറിയ ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി സവാള വറുത്തതും കൂടെ ചേർത്ത് കുറച്ച് അല്പം കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും റൈസ് ഇടാം. ഇനി ബാക്കിയുള്ള മസാല കൂടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി റൈസും ഇതുപോലെ ചേർത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഇനി ഇതിന് മുകളിലേക്ക് തേങ്ങാപ്പാലിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. മസാല ചേർക്കുമ്പോൾ നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ദമ്മിട്ടിട്ട് വെക്കണം. ഇതൊരു അരമണിക്കൂർ നേരം ഞാൻ ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തുറന്ന് നോക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായി പറയണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിന് മുകളിലേക്ക് അല്പം മല്ലിച്ചപ്പും പുതിനയും കൂടെ ബാക്കിയുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.